ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് നമ്മുടെ നാട്ടിൽ ബി അഥവാ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്ന രോഗം ഉള്ളവരുടെ എണ്ണം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ക്രമാതീതമായിട്ട് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും നമ്മുടെ വീട്ടിന് ചുറ്റുമുള്ള ഏകദേശം 25 വീടുകൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ തന്നെ ഏകദേശം 50% ആളുകൾക്കും ഈ പറയുന്ന കൂടുതലായിട്ടുള്ളതോ അല്ലെങ്കിൽ ആ പറയുന്ന പ്രശ്നത്തിനുള്ള മരുന്നുകൾ കഴിക്കുന്നവരെ ആയിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ നാട്ടിൽ ക്രമാതീതമായി ഉയരുന്നതിനും നമ്മുടെ ഹൃദയാഘാതം മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനൊക്കെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ടുള്ള ഉപ്പിൻ്റെ അളവ് കൂടുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് നമ്മൾ പോലും അറിയാതെ ഉപ്പിൻ്റെ അളവ് കൂട്ടുന്ന അല്ലെങ്കിൽ എണ്ണയുടെ അളവ് കൂട്ടുന്ന ഒരു ആഹാര പദാർത്ഥമുണ്ട്. നമ്മൾ പലപ്പോഴും എണ്ണകളെയും കടയിൽ നിന്നുള്ള ബേക്കറി ഫുഡിനെയൊക്കെ കുറ്റം പറയുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ നമ്മൾ തന്നെ കഴിക്കുന്ന പപ്പടം എന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ആഹാരമാണ് പലപ്പോഴും നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒരു പരിധിവരെ കൂട്ടുന്നതിന് കാരണമായിട്ട് വരുന്നത്. ഇതിൻ്റെ മെയിനായിട്ടുള്ള റീസൺ എന്താണെന്നും പപ്പടത്തിൻ്റെ അകത്ത് എങ്ങനെയാണ് മായം ചേർക്കുന്നതെന്നും മായം ചേർത്ത പപ്പടം നമുക്ക് എങ്ങനെ കണ്ടെത്താം എന്നുള്ള കാര്യങ്ങളും ഒരു വളരെ ചെറിയൊരു വീഡിയോയിലൂടെ നിങ്ങളോട് പറയുകയാണ്. ഇത് തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൽ പപ്പടം ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങളിത് എടുത്ത് വെള്ളത്തിലോ ഞാൻ പറയുന്ന രീതിയിലൊക്കെ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവാനും സാധിക്കും. പണ്ട് നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന പപ്പടം ഉണ്ടാക്കാനായിട്ട് പപ്പടക്കാരം ആയിരുന്നു നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഉഴുന്ന് മാവ് എടുക്കും, നല്ലെണ്ണ എടുക്കും, ഉപ്പെടുക്കും. 4 ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് നമുക്ക് നല്ല പപ്പടം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. എന്നാൽ ഇന്ന് ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉഴുന്ന് മാവ് നമ്മൾ എടുക്കുന്നതിനോടൊപ്പം തന്നെ മൈദ, കടലമാവ്, അതുപോലെ തന്നെ സോഡിയം ബൈകാർബണേറ്റ്, അതുപോലെ തന്നെ സോഡിയം ബെൻസോയേറ്റ് എക്സ്പയറി ഡേറ്റ് അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സോഡിയം ബെൻസോയേറ്റ് ഇതിൻ്റെ അകത്ത് ചേർക്കുന്നത്. അതിനോടൊപ്പം തന്നെ രാസപദാർത്ഥങ്ങളും ആർട്ടിഫിഷ്യൽ ടേസ്റ്റും ഫ്ലേവറും നിറത്തിനും വേണ്ടിയിട്ട് പലതരത്തിലുള്ള കെമിക്കലും ഇതിൻ്റെ അകത്ത് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇനി ഈ ഒരു രീതിയിലുള്ള പപ്പടമാണ് നമ്മൾ വാങ്ങി ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് വായ്പുണ്ണുണ്ടാകാനുള്ള സാധ്യതയും കുടലിൻ്റെ അകത്ത് പലതരത്തിലുള്ള അൾസർ, അതായത് വയറിലോ കുടലിൻ്റെ ഏതെങ്കിലുമൊക്കെ ഭാഗങ്ങളിലായിട്ട് അൾസറുകൾ ഉണ്ടാവാനും പിന്നീട് ബ്ലീഡിങ് ഉണ്ടാവാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. നമ്മുടെ ശരീരത്തിൽ ക്യാൻസർ പോലുള്ള മാരകമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാക്കാനും ഹൃദയാഘാതം മുതലായിട്ടുള്ള പ്രശ്നങ്ങളും ഹൃദ്രോഗം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയും ഇത് വളരെയേറെ വർദ്ധിപ്പിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മുടെ രക്തക്കുഴലുകളുടെ ആരോഗ്യം നശിക്കാനും ദഹന സംബന്ധമായിട്ടുള്ള ഒട്ടനവധി പ്രശ്നങ്ങൾ, അതായത് അസിഡിറ്റി, പുളിച്ചു തകട്ടൽ, ഗ്യാസ് കയറുന്നത് പോലെ കീഴ്വായു ശല്യം, എന്ത് കഴിച്ചാലും നമുക്ക് ആഹാരം ദഹിക്കാത്തത് പോലുള്ളൊരു പ്രശ്നം, ഇത്തരത്തിലുള്ള ഒട്ടനവധി കാര്യങ്ങൾക്ക് ഈ പറയുന്ന പപ്പടം ഒരു പരിധിവരെ കാരണമാകാറുണ്ട്. ഇതിൻ്റെ അകത്ത് ഫൈബർ കണ്ടന്റ് ഒട്ടും തന്നെ ഇല്ല എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ഈ പപ്പടത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പപ്പടം കഴിക്കാനായിട്ട് വിചാരിച്ചുകൊണ്ടും പപ്പടം പൊരിക്കുന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അറിയാതെ തന്നെ 3, 4, 5 പപ്പടം വരെ കഴിക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാനായിട്ട് പറ്റും. നമ്മുടെയൊക്കെ ഒരു ശീലം എടുത്ത് നോക്കിയാൽ ഏകദേശം ഇതൊക്കെ തന്നെ ആയിരിക്കും ഒരവസ്ഥ. ഇനി ഈ പപ്പടത്തിൻ്റെ അകത്ത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പണ്ട് സാധാരണ ഒരേ കളറിലുള്ള പപ്പടമാണ് കിട്ടുകയെങ്കിൽ ഇന്ന് മസാലകൾ ചേർന്നിട്ടുള്ള പപ്പടം, അതുപോലെ തന്നെ നമുക്ക് പലതരത്തിലുള്ള ഇലകൾ ചേർത്തിട്ടുള്ളത്, ഫ്ലേവറുകൾ ചേർത്തിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കിട്ടും. നമ്മൾ ഒരു പ്രാവശ്യം പപ്പടം പൊരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന എണ്ണ വീണ്ടും വീണ്ടും നമ്മൾ റീയൂസ് ചെയ്യുകയും അതിലൂടെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് രോഗങ്ങൾ വരാനുള്ള സാധ്യതയും വർദ്ധിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ WHO, അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ഒരു ദിവസം നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് എത്തേണ്ട ഉപ്പിൻ്റെ അളവ് കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. അതിൻ്റെ അകത്ത് 1 ടീസ്പൂൺ ഉപ്പാണ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് എത്താനുള്ളത്. അതായത് 5 മുതൽ 6 ഗ്രാം വരെ ഉപ്പാണ് മാക്സിമം ഒരു ദിവസം ഒരു മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് എത്താനുള്ളത്. പക്ഷേ നമ്മൾ 2, 3 പപ്പടം കഴിക്കുന്നത്, അതിനോടൊപ്പം നമ്മൾ കറികളിലിടുന്ന ഉപ്പിൻ്റെ അളവും എല്ലാം കൂടി നോക്കുമ്പോൾ ഏകദേശം ഇതിൻ്റെ 3, 4, 5 ഇരട്ടി വരെ ഉപ്പ് ഒരു ദിവസം നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് എത്തുന്നു എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് നിങ്ങൾ പരമാവധി കുറയ്ക്കുക, ഉപ്പിൻ്റെ അളവ് പരമാവധി കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇനി ഇത് എങ്ങനെയാണ് കൃത്യമായിട്ടും ശരിയായിട്ടുള്ള പപ്പടമാണോ നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അതായത് നമ്മൾ വാങ്ങുന്ന പപ്പടം എടുത്തിട്ട് അതിൽ നിന്നൊരു ചെറിയ പീസ് കീറിയതിന് ശേഷം നമ്മൾ ഒരു ഗ്ലാസ് വെള്ളത്തിൻ്റെ അകത്തേക്ക് ഇത് ഇട്ട് വയ്ക്കുമ്പോൾ ഇത് പൂർണ്ണമായിട്ടും പെട്ടെന്ന് തന്നെ അലിഞ്ഞു ചേരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ പപ്പടം ശുദ്ധമായിട്ടുള്ള പപ്പടമാണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പപ്പടം നമ്മൾ ഒരു സ്ഥലത്തേക്ക് തുറന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മളിപ്പോൾ ഒരു ബ്രാൻഡ് നമ്മൾ സ്ഥിരമായിട്ട് മേടിക്കുന്ന ആൾക്കാരാണെന്ന് വെച്ചോളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിൻ്റെ
ഒരു പപ്പടം എടുത്തതിന് ശേഷം നമ്മളിത് പുറത്തേക്ക് വയ്ക്കുക. 7 ദിവസത്തിനകത്ത് ഈ പപ്പടത്തിൻ്റെ പുറം ഭാഗത്തായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള വെളുത്ത നിറത്തിലോ ചുവന്ന നിറത്തിലോ ഉള്ള ഫംഗൽ ഗ്രോത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ബ്രാൻഡിൻ്റെ പപ്പടം ഒറിജിനൽ ആയിട്ടുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇന്ന് നമ്മൾ വാങ്ങുന്ന പല പപ്പടവും തുറന്ന് നമ്മൾ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ 1 മാസമോ 2 മാസമോ കഴിഞ്ഞാൽ പോലും ഈ പപ്പടം കേട് വരാത്ത രീതിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി പപ്പടം കഴിക്കരുത് എന്ന് ഞാൻ ആരോടും പറയുന്നില്ല. ഞാൻ പറയുന്നത് പപ്പടം കഴിക്കുന്നതിൻ്റെ അളവ് പരമാവധി ലിമിറ്റ് ചെയ്യുക. ആഴ്ചയിലൊക്കെ നമ്മൾ ഒരു പപ്പടം കഴിക്കുന്നതോ അല്ലെങ്കിൽ മറ്റ് ഉപ്പ് കൂടുതലായിട്ട് ചേർന്നിട്ടുള്ള ആഹാരങ്ങൾ ലിമിറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഏതെങ്കിലും സദ്യയൊക്കെ കഴിക്കുന്ന സമയത്ത് ഒരു പപ്പടം കഴിക്കുന്നത് കൊണ്ടോ നമ്മുടെ ശരീരത്തിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല. എന്നിരുന്നാലും പപ്പടത്തിൻ്റെ ഇത്തരത്തിലുള്ള മായം ചേർക്കലിനെ പറ്റി നമ്മളെല്ലാവരും മനസ്സിലാക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ഈ ഒരു വിഷയം തിരഞ്ഞെടുത്തത്. അപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് കമൻ്റായിട്ടോ നമ്മുടെ വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിക്കുക. കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.